അല്ലെങ്കിൽ ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ? അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ സംഭവിക്കണം? എൻ്റെ മൊത്തത്തിലുള്ള കിളി പാറിയിരിക്കുകയാണല്ലോ ദൈവമേ. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് ഏതിൻ്റെയൊക്കെയാണ് ഫയലിൽ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? ഇതൊക്കെ വെറും ലൗകിക സുഖങ്ങളല്ലേ? ആത്യന്തികമായ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണോ? What? Come again? Yeah, come again another day. Little Johnny wants to play. Oof, how touching. എന്താ പെണ്ണ് കൊല്ല മനുഷ്യന്മാരെ? അപ്പൊ നിനക്ക് മനുഷ്യന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും അറിയാം. ഇവിടെ കിടന്ന് കിളി പറയ പോലെ ഇരിക്കാതെ ഈ ഫയൽസ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുമ്പോൾ തള്ളച്ചിപ്പോ വരും. ഏത് തള്ള? നമ്മുടെ പാവപ്പെട്ട ജോമിയും ടോമിയും ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് നമ്മളൊരു തള്ളച്ചിയെ കയറ്റി പ്രതീക്ഷിച്ചിട്ടില്ലേ? ആ തള്ള തന്നെ. ഓ, അത് തലവേദന ആവുമെന്നാ തോന്നുന്നത്. ആ തള്ളച്ചിനെ ഡീൽ ചെയ്താണ് എൻ്റെ ഉള്ള കിളിയൊക്കെ പോയത്. ഇതെന്താ പുതിയ വല്ല വള്ളിയാണോടി? വള്ളിയാണോന്നോ? ആ ഓഫീസിന്റെ അകത്തേക്ക് ചെന്ന് കയറി കൊടുക്ക്. തള്ള അവിടെ ഇത് താണ്ടവം ആടിക്കൊണ്ടിരിക്കുക. താണ്ഡവത്തിൽ ഏത് പാട്ടാണോ പാടിക്കൊണ്ടിരിക്കുന്നത്? പാലും കൂടമെടുത്ത് അഴകായി പൂപ്പട്ടും ചുറ്റി, ആ പാട്ട്. പാടിക്കൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ആടിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതായത് ആനന്ദ നടനം ആടിനാൾ തജം തജം തകജം ആട്ടം. ഓക്കെ, അമ്മച്ചി അവിടെ ഇരുന്ന് ആടട്ടെ, നമുക്ക് ആ വഴിക്ക് പോകണ്ട, അതാ നല്ലത്. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഇതിപ്പോ ഇത് മൊത്തം സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ തള്ളി അല്ലെങ്കിൽ പോകുന്ന സീനൊക്കെ ഇത് പിടിച്ചോ, ഇന്ന് ചെയ്ത് ഞാൻ ചെയ്യാം. തള്ള സമ്മതിക്കൂല. അല്ല, ഇന്നിപ്പോ കിളി പാറാൻ മാത്രം എന്താണാവോ സംഭവിച്ചത്? പറഞ്ഞുതരാം. നീ ഇതാരോടെ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിനക്കൊന്നും എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞൂടാഞ്ഞിട്ടാ. ഈ മേരി ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഓ, കയറി വാ. നീ അതായിട്ടൊരു കുറവും വേണ്ട. അല്ല, ഞാൻ എന്തിനായിരുന്നു വിളിപ്പിച്ചത്? എന്തിനായിരുന്നെന്ന് അറിഞ്ഞാൽ മാത്രമേ കയറി വരുവുള്ളൂ. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ. ഈ ഫയലുകൾ കണ്ടോ? ഇതൊക്കെ എന്തിനുള്ള ഫയലുകളാണെന്ന് എല്ലാം തരം തിരിച്ച് ഫോൾഡറുകളാക്കി എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അയ്യോ മാഡം, ഇതൊക്കെ ജോമി ടോമി നോക്കിക്കൊണ്ടിരുന്ന ഫയൽസാ. ഇത് എന്തിൻ്റെയാ ഏതിൻ്റെയാന്നൊക്കെ അവർക്കേ അറിയുള്ളൂ. അവർക്ക് മാത്രമേ അറിയൂ. എന്നാൽ ഇനി നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണോ ഇതൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ എടുത്തോണ്ട് പോയിക്കോ. ശരി. പിന്നൊരു കാര്യം, 1 മണിക്കൂർ ഞാൻ സമയം തരും. ആ സമയത്തിനുള്ളിൽ ഇതെല്ലാം തരം തിരിച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ശരി മാഡം. ആ, ശരി. ഒറ്റ എണ്ണത്തിന് സ്വന്തം ജോലി എടുക്കാൻ വയ്യ. ഇഡിയറ്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഈ തള്ള ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും, ഞാൻ പറഞ്ഞേക്കാം. നീ സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കാൻ? ആ ജോമിയും ടോമിയും പുകച്ച് പുറത്തി അടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. ആകെപ്പാടെ ഒരു ആശ്വാസം ഉണ്ടായിരുന്ന ആ ലാസറായിരുന്നു. അവനുണ്ടായിരുന്നില്ലേ എങ്ങനെയെങ്കിലും ഈ തള്ളെ അവനെ വെച്ച് മാനേജ് ചെയ്യായിരുന്നു. ഇതിപ്പോ ആണെങ്കിൽ അവൻ നാട്ടിലും. അല്ലെങ്കിൽ അവൻ എന്തിനാണ്ട് ഇതിന്റെ ഇടയിൽ നാട്ടിൽ പോയേ? മുതലാളിമാര് വിളിച്ചിട്ട് പോയെന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിലും ജോമിയുടെയും ടോമിയുടെയും കാര്യം നോക്കാൻ വേണ്ടിയല്ലേ അവൻ ഇങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പം അവരിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രല്ല ഒരു കിടിലൻ തള്ളേനെയാണല്ലോ അകത്ത് വെച്ചിട്ട് പോയേക്കുന്നത്. അല്ല, ആസർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പകുതി കാര്യങ്ങൾ അവൻ പോയി പറഞ്ഞേനെ. ആ തലവേദന ഒഴിഞ്ഞേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടേ കൊടുക്കാം. ആ തള്ളയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലേ. ഇതൊക്കെയാണ്. അതോ കൊണ്ടു കൊടുത്താലോ? നീ കൊണ്ടു കൊടുക്ക്. വാ ഇങ്ങോട്ട്. മാഡം കയറി വാ.
എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടോ? ചെയ്തു മാം. ശരി എന്നാ വയ്ക്കോ. എന്താ? അല്ല മാഡത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഇന്നെന്താ ഇത്ര പ്രത്യേകത? അല്ല ലാസർ ഇവിടെ ഇല്ലല്ലോ മാം. അപ്പൊ മാമിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ. അതാ. ഇപ്പൊ തൽക്കാലം നിങ്ങളെ കൊണ്ട് ഒരാവശ്യവും എനിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. മതി, അത് മതി. പക്ഷെ മാം വിളിക്കാൻ മറക്കരുത് ഞങ്ങളെ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടേ? അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട, സത്യമായിട്ടും വേണ്ട. എന്നാ പിന്നെ പൊക്കൂടെ? എനിക്കിവിടെ കുറെ ജോലി ഉണ്ടെന്ന് അറിയില്ലേ? ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞിട്ട് പോ. അതായത് മാഡം നമ്മുടെ ടോമിയും ജോമിയും ഒക്കെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിലേ എന്തെങ്കിലുമൊക്കെ തീരുമാനമായോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓഫീസിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഒരുപാട് തലയിടാൻ നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് ജോലിയില്ലേ? അത് ചെയ്താൽ പോരെ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മാഡത്തിന് വേണ്ടി. അതെ, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പോയി ജോലി ചെയ്യാം. ഈ തള്ളച്ചൊരു വഴിക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സത്യം, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ മുട്ടാൻ പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇതിനിപ്പോൾ ആകെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. എന്ത് സൊല്യൂഷൻ? ആ ജോമയും ടോമയും തിരിച്ചു കൊണ്ടുവരണം. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. നന്നായിരിക്കും. അവന്മാർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാനുള്ള ഗല്ലിയാണ്. അതിന് നമ്മൾ അർഹരുമാണ്. അവരെന്തൊക്കെ പറഞ്ഞാലോ അതൊക്കെ കേട്ട് നിന്നോണം. അവർക്ക് മാത്രമേ തള്ളനെ പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. അത് ശരിയാ. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഐഡിയ നിന്റെ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഒന്നുമില്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ള ഐഡിയ ഉണ്ടോ ഇനി? ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? പറ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയാ കൊള്ളാം. ഇല്ലെങ്കിൽ ആ തള്ളച്ചിയുടെ വയലിങ്ങനെ പിന്നെയും നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്നാലും എന്തായിരിക്കും ഇവരുടെ പ്ലാനിങ്? എന്തായാലും കൊള്ളാം. അവന്മാരൊന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അതെ, കുറെ നേരം ഈ നടപ്പുടങ്ങിട്ട് വല്ല നടക്കൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ. കുറെ നേരമായാലും ഇവിടെ കിടന്ന് കറങ്ങുന്നത്. നിങ്ങൾക്ക് അത് പണിയൊന്നുമില്ല? അയ്യോ, ഒരുപാട് ജോലിയുണ്ട് മാഡം. അത് പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന എന്താന്ന് വെച്ചാ. എന്താന്ന് വെച്ചാല്? അതെന്താന്ന് വെച്ചാ അത് മീര് പറഞ്ഞു കൊടുക്ക. അത് പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി മാഡം, അത് വരാൻ വേണ്ടി. അതെ, അതിന് വെയിറ്റ് ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്ത് അവരിവിടെ വന്നിട്ട് വിളിക്കില്ലേ? അപ്പൊ ഇറങ്ങി വന്നാ പോരെ നിങ്ങൾക്ക്? ശരിയല്ലേ. അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് അവര് വിളിക്കും വരല്ലേ? വരാം. ഏതായാലും ഇവിടെ കിടന്ന് കറങ്ങിയതല്ലേ ഇത്രയും നേരം. ഇനിയിപ്പോ ഫുഡ് വരട്ടെ, അത് വാങ്ങിച്ചിട്ട് കയറിപ്പോ. അല്ലെ പിന്നെ ഇനി അതിനായിട്ട് തിരിച്ചു വരണ്ടല്ലോ. താങ്ക് യു മാഡം. ശരി. അല്ല, മാഡം ഇങ്ങോട്ട് പോവായിരുന്നു? ഞാനേ ബാങ്ക് വരെ ഒന്ന് പോവാ. എനിക്ക് കഴിഞ്ഞ മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അയ്യോ മാഡം, ആ കണക്ക് മൊത്തം ജോമിയുടെ ടോമിയുടെ കയ്യിലുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് വിളിച്ചു വെച്ചാ പോരെ? അവന്മാരറിയാതെ ഞാൻ പോയി ചെക്ക് ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ഇവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കറിയാം. എനിക്കെന്ത് കുഴപ്പം മാഡം? ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നാ കൊള്ളാം. പോയി പണി നോക്ക് രണ്ടും. ഗുഡ് ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ് അപ്പന്റെ പെങ്ങളെ. നിന്നൊക്കെ ആരാടാ ഓഫീസിലേക്ക് തിരിച്ചെടുത്ത്? അന്ന് ഇവിടുന്ന് വലിയ വർത്താനം പറഞ്ഞിട്ട് പോയതാണല്ലോ. നാണോ ഇല്ലേ തിരിച്ചു കയറി വരാൻ? നാണോ ഇല്ല. നമ്മൾ എന്തിനു കാണിക്കണം? ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓഫീസാണ്. ഇത് നമ്മുടെ ചോരയും നീരും ഉണ്ടാക്കി. ചോര അങ്ങനെയല്ല, നമ്മൾ ചോരയും നീരും ഒഴുകിയിട്ടില്ലെങ്കിലും ആ ഒഴിക്കാൻ മറക്കുള്ള പൈസ കൊടുത്തത് നമ്മളാണ്. ആ കാശ് നിനക്കൊക്കെ എവിടുന്നാ കിട്ടിയത്? നമ്മളെ തന്തമാരുണ്ടാക്കിയിട്ടത്. എന്ത് നാണോ ഇല്ലല്ലോടാ തന്തമാരുണ്ടാക്കിയ പണത്തെ പറ്റി പറഞ്ഞേ കളിക്കാൻ? എന്തിനു നാണിക്കണം? ഞങ്ങളെ ഉണ്ടാക്കിയ ഞങ്ങളുടെ തന്തമാരുണ്ടാക്കിയ പൈസ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ പിന്നെ ആർക്ക് വേണ്ടി ചെലവാക്കണം? അല്ലേ പിന്നെ കാശില്ലാത്ത പോലെ ഞങ്ങളെ വളർത്തണം. ഇത് കാശ് കാണിച്ച് വളർത്തിയില്ല. ഇപ്പൊ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഇപ്പൊ കുടുംബക്കാർക്കായി പ്രശ്നം. തീർച്ചയായും. ശരി,
അങ്ങനെയാണെങ്കിലേ ഞാൻ നിന്റെയൊക്കെ അപ്പന്മാരെ ഒന്ന് കാണട്ടെ. ഓ കറക്റ്റ് ആയിട്ട് സംസാരിക്കണേ. പോട്ട് പോട്ട് ചെറുകണ്ടി ബാക്കിലിട്ടൊരു ചവിട്ട് കഴിഞ്ഞു. നീയൊക്കെ അല്ലേ നമ്മളെ ഇവിടുന്ന് പുറത്താക്കിയത്. വെൽക്കം ബാക്ക്. പിന്നെ അങ്ങനെ നമുക്കത് നേരത്തെ അറിയാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡീൽ ചെയ്ത് തന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി ഇവളന്മാരെ നമ്മളെ ഇറക്കിടാൻ വേണ്ടി എന്തൊക്കെ ആറ്റം കളികൾ സമാധാനമായി. ആ പോയ അണുകൊണ്ട് നിന്റെയൊക്കെ നെഞ്ചിരുന്ന് പൊട്ടിയല്ലോ. സമാധാനമായി. തൃപ്തി ഉണ്ട്, തൃപ്തി. നല്ല ബിരിയാണി കഴിച്ച ഒരു ഉന്മേഷം. പിന്നെ ഞങ്ങൾ പിന്നെ നമ്മളിത് വല്ലാതെ മിസ് ചെയ്തല്ലടാ. ഈ ഫയലിനൊന്നും ഇനി നിങ്ങളുടെ ആന്റിയുടെ നാട്ടിലേക്ക് കൂടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാ എല്ലാം സോൾവ്. എന്തോ എടി നിനക്കൊക്കെ ആദ്യം നമ്മളടുത്തായിരുന്നു കലിപ്പ്. ഇപ്പൊ അത് ആന്റിയുടെ അടുത്തായി. ഇനി അവര് പോകുമ്പോ വീണ്ടും നമ്മളടുത്താവും. അയ്യോ ജോമി അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അയ്യോ പിന്നെ എങ്ങനെ പണിയണം? എടി നമ്മളിവിടെ നിന്ന് പോയ ശേഷം ചത്തോ ജീവനോട് ഉണ്ടോന്നെങ്കിലും നീ ഒരു തവണ വിളിച്ച് അന്വേഷിച്ച ഒരു തവണ. അയ്യോ ഞങ്ങൾ എന്നും വിചാരിക്കും വിളിക്കണം. പക്ഷെ കറക്റ്റ് ടൈം ആവുമ്പോ അങ്ങോട്ട് മറന്നു. എന്താന്നറിയാനായിട്ട് ഭയങ്കര മറവിയാ. വലിയ ചന്ദനാദി ബെസ്റ്റ് ആണ്. ഒന്നും പറയോ ഞാൻ ഒന്ന് ടൈപ്പ് അത് വാങ്ങിച്ചോളൂ വായിൽ ഒഴിച്ചു കൊടുക്കണം. ചേച്ചി വലിച്ചു പിച്ച് വലിച്ചോട്ടിക്ക് ഞാൻ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആകെ ഞങ്ങൾക്ക് നിന്റെ അടുത്തൊക്കെ ഒരു നന്ദിയുള്ള എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ബുദ്ധി കാണിച്ച നീയൊക്കെ തന്നെ നമ്മളെ തിരിച്ചു വിളിച്ചു. ആ ഒരു ഒറ്റ കേസിൽ മാത്രമാണ്. അല്ല ആ ഐഡിയ കൊള്ളായിരുന്നു. സത്യത്തിൽ നല്ല നീക്കമായിരുന്നു. അതെങ്ങനെ ഐഡിയ കിട്ടി? പിന്നെ ഞങ്ങൾ ബ്രില്യൻ്റ് ആണല്ലോ. എന്റെ മീനു നിന്റെ മനസ്സിലുള്ള ഐഡിയ എന്താണെങ്കിലും പറഞ്ഞിട്ട് പോ അറ്റ്ലീസ്റ്റ്. ശബ്ദം ഉണ്ടാക്കാതെ നീ ചെന്ന പൂതന എങ്ങാനും വരുന്നുണ്ടോ? ഏത് പൂതന? ആ മേരി പൂതന. ആരും വരുന്നില്ല. എന്താ കാര്യം പറ. എടി നമ്മളിപ്പോ ജോമിയുടെയും ടോമിയുടെയും വീട്ടിലേക്ക് വിളിക്കാൻ പോകും. ഇടി നിന്റെ തലയ്ക്കകത്ത് ആൾ താമസമില്ലേ പെണ്ണേ? പെങ്ങള് പറഞ്ഞ് എതിർത്ത് ഒരു അക്ഷരം പോലും പറയാത്ത ആൾക്കാരാണ് ഈ ജോമിയുടെയും ടോമിയുടെയും പപ്പാര്. അത് അവന്മാര് തന്നെ നമ്മുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറന്നുപോയോ? ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്കെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. എടി എനിക്ക് നീ പറയുന്നത് എന്നാന്ന് മനസ്സിലാവുന്നില്ല. എടി ഈ പെങ്ങൾ പാസം കൂടുതലുള്ള വീടുകളിലെ ഇവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു കൂട്ടരുണ്ടായിരിക്കും. ആരായിരിക്കും അത്? ഓ അവരുടെ ഭാര്യമാര്. കറക്റ്റ്. നമ്മളിപ്പോ വിളിക്കാൻ പോകുന്നത് ഈ ഭാര്യമാരെയാ. അതായത് ജോമിയുടെയും ടോമിയുടെയും അമ്മച്ചിമാരെ. ഒന്നാമത് ഈ തങ്കച്ചി പാസം കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരിക്കും അവര്. അതിന്റെ ഒപ്പം സ്വന്തം മക്കൾക്ക് ഈ പെങ്ങള് കാരണം ഓഫീസിന് കൂടെ ഇറങ്ങേണ്ടി വന്നെന്ന് പറഞ്ഞാലോ എന്തായിരിക്കും സംഭവിക്കുക? മോളെ കനലൊരു തരി മതി. അത് താ എന്നോട് പ്ലാന്. പോളി പ്ലാൻ എന്തായാലും. അപ്പൊ നീ വിളിക്കും. ഹലോ. നിങ്ങൾ ഐഡിയ എന്തായാലും കറക്റ്റ് ആയിട്ട് അമ്മച്ചിമാര് വർക്കൗട്ടാക്കി. അപ്പന്മാരെ വിളിച്ച് നമുക്ക് ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ വാങ്ങി തന്നു. ഇനി അപ്പന്മാരെ ആന്റിയുടെ കാര്യം നോക്കിക്കോളൂ. പിന്നെ അപ്പന്മാര് പറയുമ്പോ ഈ ആന്റി ആദ്യം ഒരു പട്ടിച്ചോക്ക് ഇറക്കുമെങ്കിലും പിന്നെ കാര്യം സംഭവിച്ചോളൂ. പക്ഷെ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഓഫീസിലുണ്ടാവും. എന്തായാലും ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നല്ലോ. ഇനി വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നേരിടാം. നേരിടാം. എന്നാ ഞാന് അത് നമ്മളൊന്ന് ആലോചിക്കണം. നന്നായി ആലോചിച്ചിട്ട് പറയാം. ആരോടൊന്നും ഓർത്തില്ല. പട്ടി മണപ്പിച്ചു പിള്ളയുടെ മണം നല്ല മണം. കിടന്ന പാമ്പിനെടുത്ത് കഴുത്തി വെച്ച പോലെ ആയല്ലോ. ഇനിയിപ്പൊ എന്തായാലും വരുന്നിടത്ത് വെച്ച് വരട്ടെ. നീ വാ. വാ 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 കട്ടിപ്പൊടി.